നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഫിലോകാലിയ ഈ ഒരു പേര് മലയാളികൾക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല. ഇപ്പോൾ എങ്ങനെ ഒരു ദാമ്പത്യ ജീവിതം നന്നായി മുന്നോട്ട് പോകണം, രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹങ്ങൾ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹങ്ങൾ എങ്ങനെ നന്നായി പോകണമെന്ന് നാഴിക്ക് 40 വട്ടം മറ്റുള്ളവരെ ഉപദേശിച്ച് സ്വന്തം കുടുംബത്തിൽ അടി വന്നപ്പോൾ നാട്ടുകാർ മൊത്തം അറിഞ്ഞ് കളിയാക്കിയ ആൾക്കാരാണ് ഫിലോകാൽഫിയ എന്ന കമ്പനിയുടെ ഉടമസ്ഥർ എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇതാ വീണ്ടും ഒരു വിവാദം വന്നിരിക്കുകയാണ്. ഫിലോകാലിയ ഫുഡ് പ്രൊഡക്ട്സിന്റെ ബ്രാൻഡ് നാമവും FSSAI ലൈസൻസ് നമ്പറും അനുമതിയില്ലാതെ ദുരുപയോഗം ചെയ്തു എന്നാണ് പരാതി. സ്ഥാപനത്തിന്റെ ഉടമയും മാനേജിംഗ് ഡയറക്ടറുമായ മരിയ ജോസഫാണ് ചാലക്കുടി ഡിവൈഎസ്പിക്ക് പരാതി നൽകിയത്. മാനുഫാക്ചറിംഗ് തീയതി ഇല്ലാതെ വ്യാജ ഭക്ഷ്യസുരക്ഷാ ലൈസൻസിൽ അച്ചാർ ഉണ്ടാക്കി വിൽക്കുന്നുവെന്നാണ് ആരോപണം. സുവിശേഷ കച്ചവടം പൊളിഞ്ഞതോടുകൂടി കണ്ണിമാങ്ങ അച്ചാർ വിൽപ്പനയുമായി ഇറങ്ങിയ ജിജിക്കെതിരെ പരാതിയുമായി എത്തുന്നത് ഭർത്താവ് മരിയോ തന്നെയാണ്. സോഷ്യൽ മീഡിയയിലെ വിവാദ മോട്ടിവേഷൻ പ്രസംഗങ്ങൾ വീണ്ടും വാർത്തകളിൽ എത്തുകയാണ് എന്ന് സാരം. ഈ കേസിൽ പോലീസ് എടുക്കുന്ന നിലപാട് നിർണായകമാകും. കുടുംബ ധ്യാന പരിപാടിയിലൂടെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയ ദമ്പതികളായിരുന്നു ചാരിറ്റി പ്രവർത്തകരായ ജിജി മാരിയോയും ഈ ഭർത്താവ് മാരിയോ ജോസഫും. ചാലക്കുടിയിലെ ഫിലോകാലിയ ഫൗണ്ടേഷൻ നടത്തിപ്പുകാരാണ് ഇവർ തമ്മിലെ അടിയും പോലീസിന് മുമ്പിൽ എത്തിയിരുന്നു. കുടുംബ തർക്കം പറഞ്ഞു തീർക്കുന്നതിനിടെയാണ് അടിപിടി ഉണ്ടായത്. ചാലക്കുടി പോലീസാണ് കേസെടുക്കുകയും ചെയ്തത്. ഈ തർക്കത്തെ തുടർന്ന് ഇരുവരും 9 മാസമായി അകന്ന് കഴിയുകയായിരുന്നു. അതിനിടെ പ്രശ്നം പറഞ്ഞു തീർക്കാൻ ജിജി ഭർത്താവ് മരിയോയുടെ വീട്ടിൽ എത്തി. സംസാരത്തിനിടെ ജിജിയെ മരിയോ ഉപദ്രവിക്കുകയായിരുന്നുവെന്നായിരുന്നു പരാതി. മരിയോ ജോസഫ് TV ബോക്സ് എടുത്ത ഭാര്യ ജിജിയുടെ തലയ്ക്ക് അടിച്ചു, കൈകൾ കടിച്ചു കീറി, മുടികുത്തിന് പിടിച്ച് വലിച്ചു, ദേഹോപദ്രവം ഏൽപ്പിച്ചു. 70,000 രൂപ വിലയുള്ള ഫോണ് എറിഞ്ഞു പൊട്ടിക്കുകയും ചെയ്തു. FIR-ലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. 1 മാസം തടവും 5,000 രൂപ പിഴയും ലഭിക്കാവുന്ന വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ജിജിക്കെതിരെ മരിയോ ജോസഫും പരാതി നൽകിയിരുന്നു. ഏറെ കാലമായി ഫിലോകാലിയ എന്ന ധ്യാന പരിപാടി നടത്തി വരികയായിരുന്നു ഇരുവരും. വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും ഇവർ കൗൺസിലിംഗ് നടത്താറുണ്ടായിരുന്നു. ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹാരമില്ലാതെ തുടരുകയാണ്. ഇതിന്റെ സൂചനയാണ് പുതിയ കേസും. തന്റെ ഉടമസ്ഥയിലുള്ള സ്ഥാപനത്തിന്റെ ലൈസൻസോ ബ്രാൻഡ് പേരോ ഉപയോഗിക്കാൻ ആർക്കും അനുമതി നൽകിയിട്ടില്ല എന്നും, എന്നാൽ ചില വ്യക്തികളും സംഘടനകളും ഇത് ദുരുപയോഗം ചെയ്ത് അച്ചാറുകൾ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച വിപണനം നടത്തുന്നതായും പരാതിയിൽ മാരിയോ ജോസഫ് പറയുന്നു. ഈ അനധികൃത പ്രവർത്തനങ്ങളിൽ തന്റെ ഭാര്യയായ ജിജി മാരിയോയ്ക്കും പങ്കുണ്ടാകാമെന്ന് പരാതിക്കാരൻ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ നിയമങ്ങളുടെ ലംഘനത്തിന് പുറമെ വ്യാജ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറങ്ങുന്നത് പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാണെന്നും ഇത് സ്ഥാപനത്തിന്റെ സൽപ്പേരിനെ ബാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അനധികൃതമായി നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ വിപണിയിൽ നിന്ന് പിടിച്ചെടുക്കണമെന്നും നിർമ്മാണവും വിതരണവും ഉടൻ നിർത്തിവെക്കാൻ സ്റ്റോപ്പ് മെമ്മോ നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ചാലക്കുടി ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരിക്കുന്നത്. സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു.